അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാം. ഞാൻ പണി തുടങ്ങാൻ പോവാ. നമുക്ക് ഓരോ ക്ലിപ്പ് കുത്തിയിടാം, അല്ലെങ്കിൽ നല്ല വെയിലുണ്ട്. എന്താ വിശക്കാത്തത്? വെള്ള ചെമ്മീനാണ് അച്ഛൻ കൊണ്ടുവന്നേക്കണം. തീരെ ചെറുതൊന്നും അല്ല, ഒരു ഇടത്തരം ചെമ്മീനാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചെമ്മീൻ. കാണാൻ പറ്റണ്ടാ? ഇതാ കൂടെ. ഓ, ഇവിടെയല്ലേ കാറിടണത്. അങ്ങോട്ട് പോകുമ്പോ വേറെ ഏതോ ഫോറസ്റ്റ് വല്ലേ. ഗുഡ് മോർണിംഗ്. ഓ, ഇന്ന് ഞാനിപ്പോ എണീറ്റുള്ളൂ കേട്ടോ. സമയം 8 മണിയൊക്കെ കഴിഞ്ഞു. എവിടെ പോയി? 8:30 ആയിട്ടുള്ളൂ. എവിടെ പോയത്? എന്തോ വാങ്ങിട്ടെന്നാ? ഇതൊക്കെ അല്ല, പുട്ടുപൊടിയൊക്കെ. ജാക്കറ്റ് എടുക്കുക, അത് അതിൻ്റെ ഉള്ളിൽ വെക്കല്ലേ. പുട്ടുപൊടി ഒക്കെ മേടിച്ചോണ്ട്, പാല്. അപ്പൊ ഇനി അധികം വൈകണില്ല, ഭക്ഷണമൊക്കെ വേഗം റെഡിയാക്കി കഴിക്കട്ടെ. കുറച്ചേരം ഇവിടെ ഇരിക്കാം. നല്ല വെയിലുണ്ടെന്ന്. പറ്റിയാൻ തുണിയൊക്കെ കൊണ്ടേ മുകളിലിടണം. പക്ഷെ ഇട്ട് കഴിയുമ്പോ അപ്പ തന്നെ മഴയായിരിക്കും. സമയം അത്രയും വെറുതെ. അപ്പൊ അങ്ങനെ കഴിക്കട്ടെ. എണീറ്റിട്ടില്ല കേട്ടാ. ഇന്ന് ഉപ്പുമാവും കടലയും പപ്പടവും ഒക്കെയാണ്. രാവിലെ ഇട്ടപ്പോ തന്നെ വീണ്ടും തുമ്മല് തുടങ്ങി. എന്തോ അലർജിയാണ്. തുമ്മല് വന്നാ പോയി, ഒരു രസം ഉണ്ടാവില്ല. ഇന്നലെയും തുമ്മലായിരുന്നു. ഡോക്ടറിന്റെ അടുത്ത് പോണം. ഇന്ന് ധൃതിയൊന്നും പിടിക്കാതെ സമാധാനത്തിൽ കഴിക്കും. വിശക്കണമില്ലെന്ന്. എന്താ വിശക്കാത്തത്? അത് ഞാൻ ആലോചിക്കണം. വേണ്ട, സ്നേഹം. ഇന്നലെ തുമ്മി മുഖം മൊത്തം വീർത്തു. തുമ്മലെന്നാ മുഖം വീർത്തു. എന്തോ അങ്ങനെ തന്നെ. ഇന്ന് അച്ഛൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛൻ വരുവോ? 10 മണിയൊക്കെ ആകുമ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചെമ്മീനൊക്കെ മേടിച്ചിട്ട് വരാന്നാ പറഞ്ഞേക്കണം. നോക്കട്ടെ വരുമ്പോ എന്താ കൊണ്ടുവരണെന്നുള്ളത്. ഞങ്ങളെന്നാ വേഗം പതുക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. TV എന്തെങ്കിലും കാണാലോ. അപ്പൊ അങ്ങനെ അപ്പ കാണാം. ഉച്ചക്ക് ലഞ്ച് എന്താ പ്രിപ്പയർ ചെയ്യണമെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. കറികള് അതാ ചെമ്മീൻ വരുന്നെ ഇരിക്കണ. ചിലപ്പോ ചെമ്മീൻ കിട്ടൂല, കിട്ടിയിട്ടില്ല എന്ന് പറയും. അങ്ങനെയാണ് കേട്ടാ. നമുക്ക് നോക്കാം. അച്ഛൻ എന്നോട് പറഞ്ഞു ഇത് വേണോ, മട്ടന്റെ ഒക്കെ ബോട്ടി ചെയ്യാൻ. അയ്യോ എനിക്കിനി വേണ്ടാന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഉണ്ടാക്കിയത്, എനിക്ക് വയ്യ. അപ്പം ചെമ്മീനാണെങ്കിൽ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ എന്താണ് എത്ര കൊണ്ടുവരും, കിട്ടുമെന്നും അറിയില്ലല്ലോ. കൊറേ നാളായി അച്ഛൻ ചെമ്മീനായിട്ട് വരട്ടെ, ചെമ്മീൻ ഞാൻ വേണ്ട അച്ഛാ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണായിരുന്നു. അപ്പൊ നമുക്ക് അപ്പ കാണാം. അച്ഛൻ വരുമ്പോ കാണാം, ചെമ്മീൻ നന്നാക്കുമ്പോ കാണാം, ചെമ്മീൻ കൊണ്ടുവന്നില്ലെങ്കിൽ കാണാം. ഞാനേ വാതില് തുറന്നതാണ് ട്ടാ. പല്ലി മേത്തോട്ട് ഇതിവിടെ ചാടിയേക്കണ്. എത്ര പല്ലിയാന്നറിയോ? പണ്ടാരം ദേഷ്യം വരിക മനുഷ്യന്. വെയില് കണ്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചേ തുണിയൊക്കെ ഒന്ന് എടുത്തിടാണ്.
എത്ര ദിവസമില്ലേ മഴ. എന്നാലും ഇടയ്ക്കൊരു കുഞ്ഞു വെയിലൊക്കെ വന്നപ്പോ അലക്കണൊക്കെ ഞാനിങ്ങനെ ഉണക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടാ. ചില ദിവസം നമ്മൾ എണീക്കുമ്പോ ഭയങ്കര ഉഷാറായിരിക്കും. ചില ദിവസം നമുക്ക് ഭയങ്കര ഒന്നുമില്ലെങ്കിൽ കൂടി ഒരു വിഷമോ ഒരു എന്താ പറയാ ഒരു എന്തോ ഒരു ഫീൽ ചെയ്യൂട്ടോ എനിക്ക്. ഇന്ന് എനിക്ക് അങ്ങനെയാണ് സത്യത്തില്. ചില ബ്ലോഗൊക്കെ എടുക്കാന്ന് ഞാൻ ഭയങ്കര ഉഷാറായിരിക്കും. പക്ഷെ ഇന്ന് ഭയങ്കര എന്താ പറയാ ഭയങ്കര പറയാനും കൂടി കിട്ടണില്ല. അറിയില്ല, ഒരു ഇൻട്രസ്റ്റ് തോന്നണില്ല. മഴക്കാറ് തന്നെ ഉണ്ട്. ഞാൻ എല്ലാം കൂടി ഇടണില്ല. ചിലപ്പോ മഴ പെയ്താലാ കുറച്ചിട്ടിട്ട് അടുത്ത ട്രിപ്പ് നമുക്ക് വേറെ ഇടാം. വിശ്വസിക്കാൻ പറ്റൂലേ. നമുക്ക് ഓരോ ക്ലിപ്പ് കുത്തിയിടാം. അല്ലെങ്കിൽ നല്ല വെയിലുണ്ട്. തുമ്മല് വരുമ്പോ ഇതുപോലെ ഈ വെയിലത്ത് വന്ന് നിന്നാ തുമ്മലെന്റെ കുറയും. ആ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. ചിലപ്പോ ഇപ്പൊ തന്നെ മഴയാവും. അപ്പൊ പോയി എടുക്കാം. ഇനി കുറച്ചു നേരം TV ആണ്. എന്നിട്ടാണ് ഇനി ബാക്കി പണികളൊക്കെ ചെയ്യാൻ പോണം. മുമ്പരെയല്ലോ ആണോ? അച്ഛൻ വന്നങ്ങനെ. ചെമ്മീൻ കിട്ടിയാ? കൊറേ ഉണ്ടാ? ആണോ? ഇതെന്താ? വേണ്ട. അച്ഛൻ വന്ന് അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. കഴിച്ചോട്ടെ, ഞാൻ ലച്ചുവിനെ വിളിച്ചിട്ട് വരാം. എണീക്ക് ഒരു കളിപ്പന്നെ. സമയം 10 മണിയായിട്ടാ. സമയം 10 മണിയായി. പിന്നെ സൺഡേ അല്ലേ, പാവ എപ്പോഴും നേരത്തെ എണീക്കണല്ലേ. സൺഡേ ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ കേട്ടോ. ചിലപ്പോ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കണതാണ്. അപ്പൊ ഇനി ഞാന് അച്ഛൻ്റെ അടുത്തൊക്കെ പോയി കുറച്ചേരം വർത്താനം ഒക്കെ പറയട്ടെ കേട്ടാ. അച്ഛനും സേതുവണ്ണനും കൂടെ ഒരാളെ കാണാൻ വേണ്ടി പോയേക്കാണ് കേട്ടാ. അപ്പൊ അവര് വരുന്ന മുന്നേ വേഗം ചെമ്മീൻ നന്നാക്കണം. ഞാനോർത്ത് ഇവിടെ വേഗം ശരിയാക്കിയെല്ലാം ഇട്ടിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അടിക്കലും തുടക്കലും ഉണ്ടാവില്ല. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ അലക്കാൻ കിടക്കണേ. വെള്ളച്ചെമ്മീനാണ് അച്ഛൻ കൊണ്ടുവന്നേക്കണം. തീരെ ചെറുതൊന്നും അല്ല, ഒരു ഇടത്തരം ചെമ്മീനാണ്. അപ്പം പെട്ടെന്ന് നന്നാക്കി എടുക്കാം. അറിയില്ല, എന്തെങ്കിലും ചെയ്യണം, നന്നാക്കണ്ടേത്. അടിച്ചെടുക്കുകയാണ് കേട്ടാ. അടിച്ചിരുന്ന നല്ല ഡീപ്പായിട്ടൊന്നും ഞാൻ തുടയ്ക്കൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചിടും. സൺഡേ അല്ലേ. ഇതിന് പപ്പടം ഇതുകൊണ്ട് താഴെ മൊത്തം പപ്പടം ഉണ്ട്. അച്ഛൻ ഫോൺ ചെയ്യണേന്ന് കേട്ടാ. ഇത് റെയിൻകോട്ടേ മോളിൽ കൊണ്ട് ഉണക്കിയിട്ട് നമുക്ക് വെക്കാം.
യാ നല്ല വേപ്പിലാണ് ഇതിലുള്ളത്. ഞാൻ ഇതിന്നെ പൊട്ടിക്കാറുള്ളൂ. ഇത്രയും പറിച്ചിട്ടുണ്ട്, അത് മതി. കൊറേ കൊണ്ടുപോയി കഴിഞ്ഞാ ഇത് പറിച്ചെടുക്കാം, എന്ത് മുക്കുറ്റിയൊക്കെ പറിക്കാം. എന്റെ പൊന്നെ, ഇവിടെ നിറച്ച് കാടാ. അച്ഛൻ പറയണ്ടായി വന്നപ്പോ, എന്റെ അച്ഛൻ, ഈ ഇതെന്താ മുറ്റം നിറച്ച് പുല്ലാണല്ലാന്ന്. സത്യം, എന്ത് ചെയ്യാനാ, ഞാൻ മരുന്ന് വാങ്ങി അടിക്കണം, അല്ലാതെ ഒരു നിവൃത്തിയില്ല. ഇത് പൂവാങ്കുറുന്നേലാണോന്നറിയില്ല. ഇതേ മരുന്ന് കഞ്ഞിക്കാണ്, അമ്മ മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടായി. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ട് വേണം കേട്ടോ മരുന്ന്. ഇപ്പൊ കർക്കിടക ഏകദേശം കഴിയാറായി, എന്നാലും എനിക്ക് അകത്തെന്തോരം പണിയുണ്ടെന്നറിയോ. അച്ഛൻ വന്നതല്ല, എന്താണെങ്കിലും അച്ഛൻ പോകുമ്പോഴത്തേക്ക് ഇത് കൊടുത്തു വിടാല. അപ്പൊ നമ്മള് ഇത്രയും മരുന്ന് നമ്മൾ പറിച്ചിട്ടുണ്ട്. ഇത് വേപ്പില, ഇത് അമ്മയ്ക്ക് കറിയിലിടാനാണ്. നമുക്ക് മൊയൽച്ചെവി, മുക്കുറ്റി, പൂവാങ്കുറുന്നില, ഈ ഒച്ചിരിക്കണ്. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാം. ഞാൻ പണി തുടങ്ങാൻ പോവാ. അപ്പൊ അതേ ഞാൻ എന്റെ പണികളൊക്കെ അത്യാവശ്യം ഒന്ന് ഒതുക്കി വെച്ച് ഞാൻ വന്നു. നമുക്ക് ചെമ്മീൻ നന്നാക്കാം. അപ്പൊ ഞാന് എന്താ ചെമ്മീൻ വേഗം നന്നാക്കി കഴിഞ്ഞാൽ കുറച്ച് അച്ഛന് കൊടുത്തു വിടാം. അമ്മ പറഞ്ഞു അമ്മ ഉണ്ടാക്കി കൊടുത്തോളാന്ന് പറഞ്ഞു. സെറ്റ്, അച്ഛൻ അമ്മ ഉണ്ടാക്കണായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പൊ ഞാൻ വേഗം ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടാ. കൊറേ മണേതാ, ഞാൻ വേഗം നന്നാക്കട്ടെ. ഇതാണ് നമ്മുടെ ചെമ്മീൻ, കാണാൻ പറ്റണ്ട. ഇതാ ഇടക്ക് തുമ്മലും. അപ്പൊ അതേ നമ്മൾ ഇത്രയും ചെമ്മീനാണ് കേട്ടോ കിട്ടിയേക്കണ. 1 കിലോത്തുനിന്ന് കുറെ തുണ്ടുണ്ടായിരുന്നു. വേഗം ഇത് കുഞ്ഞുനാന്ന് അരിഞ്ഞെടുക്കാവേ. ചതക്കണേക്കാളും നമുക്കിങ്ങനെ അരിയാം. ഓക്കെ ആയിരിക്കും. നമുക്ക് കുറച്ച് നിറച്ച് വെളുത്തുള്ളി എടുക്കാം. കറണ്ട് പോയി, പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് വീഡിയോ എടുത്തല്ലേ പറ്റൂ. കറണ്ട് വന്നെ നോക്കി നിന്നാ എനിക്കിന്ന് ഒന്നും നടക്കൂല. തുമ്മലില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ പകുതി പണി പെട്ടെന്ന് തീർന്നാല്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. വെളിച്ചെണ്ണ പൊട്ടിക്കട്ടെ. അപ്പൊ ഞാൻ വേഗം ഇത് ഉണ്ടാക്കട്ടെ. ഇനിയിപ്പൊ കറണ്ടൊന്നും ഇല്ലല്ലോ, അധികം നിങ്ങളെ കാണിക്കാനൊന്നും പറ്റൂല.
അപ്പൊ ഞാൻ വേഗം ഉണ്ടാക്കിയിട്ട് കറണ്ട് വരുമ്പോ നമുക്ക് കാണാട്ടെ. എന്തായാലും ഉച്ചയുടെ മുന്നേ കറണ്ട് എന്തായാലും വരും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ വേഗം ഉണ്ടാക്കട്ടെ. ഇന്നത് ഒരു ഉഷാറില്ല, തുമ്മിയിട്ട് മുഖമൊക്കെ ഇങ്ങനെ വീർത്ത്. എന്തോ അലർജിയാണ്. ഈ മഴയും തണുപ്പൊക്കെ വരുമ്പോഴുള്ള പ്രശ്നം. രാവിലെയാണ് ഉണ്ടാവാറുള്ളൂ, അത് ഇത്തിരി കഴിയുമ്പോൾ മാറാറാണ്. ബട്ട് ഇന്ന് മാറിയിട്ടില്ല. അപ്പൊ ഞാൻ വേഗം ഇത് പ്രിപ്പയർ ചെയ്യട്ടെ കേട്ടാ. അപ്പൊ കറണ്ട് വന്നപ്പോ തന്നെ പകുതി സമാധാനം. നമുക്ക് വേഗം മിക്സ് ചെയ്യാ. ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ചെമ്മീൻ വേവിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചെടുക്കൂലേ, അങ്ങനെ ഉണ്ടാക്കണേക്കാളും ഇഷ്ടം എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കണതാണ് കേട്ടാ. പിന്നെ അടച്ചു കുറച്ചു നേരം. ഇനി എനിക്ക് ഇവിടെ കിച്ചൺ ഒന്ന് തുടയ്ക്കണം, ഇവിടേക്ക് ഒന്ന് നീറ്റ് ആക്കണം. പിന്നെ എന്തെങ്കിലും ഫ്രിഡ്ജിൽ ചെയ്തിട്ട് പച്ചക്കറി എന്തെങ്കിലും നോക്കണം. എനിക്കാണെങ്കിൽ മടിയാവണമെന്ന് ഉണ്ടാക്കാനായിട്ട്. നോക്കാം എന്തെങ്കിലും. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണാട്ടാ. ബൈ. കുളിയെല്ലാം കഴിഞ്ഞു വന്നു. ഞാന് ചെമ്മീൻ റോസ്റ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും കൂടി ഒരു കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പിന്നെ തുമ്മല് കാരണം എന്റെ ഒരു നിമിഷം അടുക്കളയിൽ നിൽക്കാൻ പറ്റുള്ള. എങ്ങനെയെങ്കിലും ചെമ്മീൻ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ പോയി, കാരണം പറ്റണില്ല. അപ്പൊ ഞാൻ ഓർത്ത് പിന്നെ ഉണ്ടാക്കിയാലും ആരും അങ്ങനെ കഴിക്കുകയില്ല കേട്ടാ. സാമ്പാറുണ്ട്. അയ്യോ, ചോറ് മാറിപ്പോയി. വിശക്കണം എന്ന് ഇരിക്കണുണ്ട് കേട്ടോ അവിടെ. നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് നെല്ലിക്ക അച്ചാർ എടുക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. കടലക്കറി വേണോ? ലച്ചുവിന് കടലക്കറി മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുക. പപ്പടം ഇരിക്കുന്നുണ്ട്. സാമ്പാർ വേണോ മോനെ? തൈര് എടുത്തോളാം ഫ്രിഡ്ജിൽ നിന്ന്. തൈര് ഇത്തിരി ഉറൊഴിച്ച് വെക്കണം. അമ്മേ, ലച്ചു എപ്പോഴും തൈര് കഴിക്കണോണ്ടേ. അപ്പൊ സെറ്റ്, നമുക്കിനി കഴിക്കാം. ഉപ്പ് വേണം തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. എങ്ങനെയുണ്ട് ചേട്ടാ ചെമ്മീൻ? എന്നിട്ടാണ് ചെമ്മീൻ റബ്ബറി പോലെ ഒന്നും ആയില്ലല്ലോ. അത് മിണ്ടൂല ചോദിച്ചു കഴിഞ്ഞാ. കൊള്ളാം. ഞാന് ചെമ്മീൻ ചട്ടിയിലിട്ടൊന്ന് പെരട്ടി എടുത്ത് ചെയ്തിട്ട് പറയണ, അതൊന്നും നിനക്ക് വീഡിയോയിൽ എടുക്കായിരുന്നില്ലേ? ഞാൻ വീഡിയോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അത് എടുത്തത്. നല്ല ടേസ്റ്റ്. വേറെ ഒരു കറിയും വേണ്ട. ഞാൻ ഓർത്ത് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ. ആകുമ്പോ എളുപ്പം തീരൂലോ. ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. എന്റെ പൊന്നെ, ഞാൻ ആ തുമ്മലിന്റെ ഒരു ഗുളിക കഴിച്ചിട്ടേ ഉറക്കം കണ്ണടഞ്ഞോണ്. ഇങ്ങനെ ഉണ്ടായിട്ടില്ല. നല്ല സുഖം ഉണ്ടായിരുന്നു. ഉച്ചക്ക് ഉറങ്ങി എണീറ്റ് ഒരു ചായയും കൂടി കുടിച്ച സെറ്റ് സെറ്റ് സെറ്റ്. ഇത് നാളെയാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായാനേട്ടാ പഴം. ചെയ്തോടെ നന്നായിട്ട് ഉറങ്ങണ്ടായില്ല.
പക്ഷെ ചില കടകളിൽ നിന്നൊക്കെ പഴംപൊരി മേടിക്കണത് എനിക്കിഷ്ടമല്ല. വളരെ കുറവാണ് ഈ പുറത്തുനിന്നുള്ള പഴംപൊരി കഴിക്കുന്നത്. എനിക്ക് താല്പര്യം ഇല്ല. ഞാൻ ലച്ചുവിനോടൊന്നും എടുത്ത് കഴിക്കുന്ന തന്നെ കഴിക്കില്ല കേട്ടോ. അതേസമയം ഞാൻ ഒരു പഴം എടുത്തിട്ട് മുറിച്ച് അവൾക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവള് ഒരു കഷ്ണം കൂടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരും. ലച്ചുവിന് നന്നായിട്ട് വിശക്കണം എന്ന് പറയണ്ടായിരുന്നു. വേഗം ഉണ്ടാക്കിയിട്ട് അവളെ വിളിക്കണം, പാവം. നമുക്ക് കോഴി എടുക്കാം. ആയിട്ടുണ്ടേ. 3 വെച്ചാ ഇടണത്. പിന്നെ വേഗം തീർന്നോളൂ. ചൂടുണ്ട് കേട്ടോ ഭയങ്കര. നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായി. നല്ല പഴംപൊരി കേട്ടാ, ക്രിസ്പി പഴംപൊരി. ഇതാ കഴിച്ചോ. അതോ എന്താടോ തല നടുവും മുടിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയ്യ. ഒന്നാതെ നടുവെട്ടലാണ്. ഇതെടുത്തോ. ചേച്ചൊന്ന് അമ്മനെ കണ്ടാ നോക്കിയ. പഴത്തിന് വില കൂടിയിരുന്നു. ഓണമല്ലേ, ഓണം വരുമ്പോ അങ്ങനെയാണല്ലോ. അങ്ങോട്ട് പോകുമ്പോ വേറെ ഏതോ ഫോറസ്റ്റ് വല്ലേ. എല്ലാ കർക്കിടകത്തിലും മൈലാഞ്ചി ഇടാറുണ്ട്. അച്ഛൻ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പൊ അതൊന്നും ഇങ്ങനെ വെറുതെ റൗണ്ട് ആക്കിയിട്ട് കുറച്ചൊക്കെ ഇടണം. ലച്ചും വെയിറ്റിംഗ് ആണ്. അപ്പൊ അത് നല്ലോണം ഉറങ്ങി ചെയ്തേട്ടാ. അയ്യോ ഉറക്കം വന്നാ എനിക്കങ്ങനെ ഉറക്കം വന്നാലും ഞാൻ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കും. പക്ഷെ ഇത് പറ്റണില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടാ. ഭയങ്കര ഇഷ്ടമാണ് ഈ മുരിങ്ങയിലയും മുട്ടയും കൂടി ഇട്ട് വെക്കാന്ന് പറഞ്ഞാൽ. എനിക്ക് എന്താണ് മുരിങ്ങയില കുറേ വേണം, മുട്ട കുറച്ചാണെങ്കിലും മതി. അതെ, ഇത് 2 പുഴുവിനെയൊക്കെ കണ്ട് ഞാൻ ചൊറിയാൻ പോയി. ഇതിൽ നിന്നാണോ വരുന്നതെന്നാവോ, ആയിരിക്കും ചിലപ്പോ. ഇത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇത് ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ഇത്തിരി മുരിങ്ങയില കിട്ടിയെങ്കിലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ വീട്ടിൽ പോകുമ്പോ അവർക്കും കൊണ്ടേ കൊടുക്കാറുണ്ട് കേട്ടാ. ഞാൻ ഇന്ന് മുരിങ്ങയിലയും മുട്ടയും കൂടി ആയിരിക്കും ഇന്ന് എൻ്റെ ഡിന്നർ. ചോറ് തന്നെ കേട്ടോ ഞാൻ കഴിക്കുക. ക്വാണ്ടിറ്റി കുറച്ചെടുത്ത് കഴിക്കും. ചോറ് കഴിക്കാതെ എനിക്ക് വേറെ ഒന്നും കഴിച്ച ഇഷ്ടമല്ല. എന്നേ ചപ്പാത്തി ഒന്നും ഇഷ്ടമല്ല. ഞങ്ങളുടെ മൈലാഞ്ചിയില എന്നിട്ട് ഈ കോലം എത്തി. ഉണങ്ങിപ്പോയി അല്ലോ. മണമുണ്ട്. നമുക്ക് വെള്ളം ഇട്ടിട്ടേ അരച്ചെടുക്കാം. മുള്ളുണ്ടാവൂട്ടാ. നീ ഞാൻ അല്ലെങ്കിൽ അപ്പനെ നീ ഇതെവിടത്തേന്നാവോ? അമ്മൂന്റെ അടുത്തായിരിക്കോ? അമ്മൂന്റെ വീട്ടിൽ നിന്നായിരിക്കോ? വേണോ മോന്? ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല വലിയമ്മ മറ്റത് കളഞ്ഞ് അവിടെ കിടപ്പുണ്ട്. പോരെടാ. ഇത് എനിക്ക് സംശയം മിക്സിയിൽ അറിയോ? നമുക്കെന്നാ സഞ്ജന്റെ വീട്ടിൽ പോയി എടുത്താലോ, വീഡിയോയും പിടിക്കാം. നോക്കിയേ. അതെ, നമുക്ക് മൈലാഞ്ചി തികയൂല. അപ്പൊ നമ്മളെ തൊട്ടടുത്താണ് അമ്മൂന്റെ വീട്ടിൽ പോവാ. അവിടെ കിളികൾ ഇഷ്ടം പോലെ ഉണ്ട്. അതും പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. നോക്കൂ. കൂടത്തിന് ഇവിടെയല്ലേ കാറിടണത്. അമ്മൂന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പറിക്കുന്ന ആലോചിച്ചോണ്ടിരിക്കണ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പൊക്കത്താണോ താഴത്താണോ ഒന്നും അറിയാൻ പാടില്ല. പട്ടിയുണ്ട് കേട്ടാ.
ഷീലാൻഡി, അമ്മോ ആരുല്ലേ? മൈലാഞ്ചി പറിച്ചോട്ടെ? ആട്ടം പറിച്ചോണ്ടന്ന് വാടിപ്പോയി. ഞാൻ വിചാരിച്ച് ഇത് നോക്കിയ പുഴുവിനെ നോക്കിയ, ഞാൻ വിചാരിച്ചു വലിയ മരമാണെന്ന് വിചാരിച്ചു. അമ്മ പറഞ്ഞ് എടുത്തോ, എത്ര വേണമെങ്കിലും എടുത്തോ. അമ്മൂന് വേണ്ടെന്നാവൂലോ. ഞങ്ങൾ ഇടും, വേണമെങ്കിൽ കണ്ടോ. നമ്മുടെ വീടിന്റെ തൊട്ട് പുറകിലാണ് കേട്ടാ. ഇവിടെ നോക്കിയാ കാണാം. അമ്മ എടുത്തോന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് മൊട്ടച്ച് ആക്കിട്ട് പോവും. നമുക്ക് കിളികളതിനൊന്ന് കാണിച്ചു കൊടുക്കാം. ആമാ, അയ്യോ നെറ്റിപ്പട്ടം. എവിടെ നിങ്ങള്? ഇരിക്കണേ ഇതിലില്ല. ആണോ? അച്ഛടാ, പക്ഷെ നിങ്ങളുടെ ഒച്ച നമ്മുടെ വീട് വരെ കേക്കാട്ടെ. എന്തൊരു ഒച്ചപ്പാടാന്നറിയോ. നല്ല രസമുണ്ടോ ഒച്ച കേക്കാനായിട്ട്. ഇത് പാടായിരിക്കോ ഇവിടെ ക്ലീൻ ചെയ്യാൻ? മതി മതി. ഇതെങ്ങനെ ഭയങ്കര പാടല്ലേ ഇത്, ഈ കൂട് ക്ലീൻ ചെയ്യാൻ? ഇല്ലേ? ആണോ? ഇവിടെ എപ്പോഴും ഉച്ചക്ക് വന്നാലും തണുപ്പ് ഫീൽ ചെയ്യും. ഫുള്ള് മരം കവേർഡായി കിടക്കണേണ്, അതുകൊണ്ട് നല്ല രസാട്ടാ. അപ്പൊ താങ്ക് യു, പോട്ടെ, ബൈ. മൈലാഞ്ചി ഒന്നും ഇടണില്ല? നിസാരം ബൈരാഗി. ഇത്ര നാളായിട്ട് അറിഞ്ഞിട്ടില്ലേ ഈ കിടക്കണ നെയ്ബറിന് ഒരു ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്? കാണട്ടാ, ബൈ. നല്ല രസമുണ്ട്. പണ്ടേ അങ്ങനെ വീട് കളറായിരുന്നു. അപ്പൊ നമുക്ക് മൈലാഞ്ചി കിട്ടി. നമുക്ക് ദൂരി എടുക്കാം. ഇത് മതിയാവൂലോ എന്നാ? വലിയ മരമൊന്നും അല്ലടാ, ചെറുതാണ്. നമുക്ക് ഇങ്ങനെ നിന്ന് പൊട്ടിക്കാം. അതൊക്കെ ഉണ്ടാവും. അയ്യോ, ഇനി ഇത് ഒന്ന് കഴുകിയിട്ട് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വേണമെങ്കിൽ 2-3 ഡ്രോപ്പ് നാരങ്ങ ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരക്കാം. സാധാരണ ഇതെല്ലാരും അമ്മിയിലൊക്കെ ഇട്ടാണ് അരക്കണത്. എന്നിട്ട് നമുക്ക് ഇടാം. ഇന്ന് തന്നെ ഇടും അല്ലേ ലച്ചു? വെള്ളം വളരെ കുറവ് മതിയാ. ഒരു പ്രാവശ്യം ഞാനുണ്ടല്ലോ ഇത് അരച്ചിട്ടേ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ഭയങ്കര വെള്ളം പോലെ ആയിപ്പോയി. അങ്ങനെ വേണ്ട, ജസ്റ്റ് ആവശ്യമില്ല, തളിച്ചാ മതി. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇടണം. കൈ ഇങ്ങനെ തണുത്തിട്ടുണ്ടല്ലോ. കുറച്ച് മഞ്ഞപ്പൊടി അത് അമ്മ മുറിച്ചു തരാടാ. ഇത്തിരി മതി, കൊറേ ഇട്ടാലേ നടുക്കുന്ന അങ്ങോട്ട് മുറിച്ചാ കാര്യമില്ല. അത് ഫുള്ള് ഒഴിച്ചു. കണ്ട, ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. ആ കഴുകിയ വെള്ളമാണ്. നല്ല മണം തന്നെയുണ്ട് മൈലാഞ്ചിയുടെ. ഒന്നുകൂടെ അമ്മുന്റെ വീട്ടിലെ മൈലാഞ്ചി നന്നായിട്ട് അരയും, അല്ല ചുമക്കും. ഫാന്റാസ്റ്റിക്, അമേസിങ്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കണ്ട, ദേ നാരങ്ങയും കൂടി ഒഴിച്ചല്ല. ഇപ്പൊ തന്നെ ചുമന്നത് കണ്ട. യെസ്, കറക്റ്റ് പാത്രം കിട്ടിയിട്ടുണ്ട്. ഇത് പറിച്ചില്ലെങ്കിൽ എന്തോരം ഉണ്ടാവും ചേട്ടാ. ഇത് അരയുമില്ല മിക്സിയില്. കണ്ട, അപ്പൊ പറിക്കാൻ പോയില്ലെങ്കിലാ അരയുമില്ലായിരുന്നു. നമ്മുടെ മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിലേക്ക് ഇട്ടാൽ മാത്രം മതി ഏട്ടാ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇട്ടിട്ടാണെങ്കിൽ നല്ല രസമായിരിക്കും. കൈ ഭയങ്കരമായിട്ട് തണുത്തിരിക്കും. പക്ഷെ ഞാൻ ഇടാൻ പോണേന്. ഇപ്പൊ എപ്പ നോക്കിയിരിക്കാന്ന്, സൺഡേ അല്ലേ, ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ വേഗം ഇടാം.
റൗണ്ട് ഡിസൈൻ ആണ്, റൗണ്ട് റൗണ്ട് റൗണ്ട്. ഞങ്ങൾ ഇടട്ടെ കേട്ടാ. പണ്ട് ലച്ചു കുഞ്ഞായിരുന്നപ്പോ ഞാൻ ലച്ചുവിന് ഇട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പൊ ലച്ചുവിനെ ഒന്നും പിടിക്കൂലല്ലോ. ഇങ്ങനെ ചെയ്യുള്ളൂ. ഒന്നുമില്ല ആയിക്കഴിഞ്ഞാൽ പിന്നെ കഴുകണ്ടേ. ഇനി ഫുള്ള് ദിവസങ്ങൾ എന്റെ കൈ ഇതുപോലെ കുറച്ച് പെട്ടെന്ന് നോക്കോളൂ. ഇത് കൂടുതൽ കൂട്ടായത് ഇവിടെ ഇടണോ ഇതേട്ടാ? ഇനി ഉണങ്ങി കഴിയുമ്പോ കളയും. വെച്ചാൽ ഈ കളറേ ആവുള്ളൂ. ആ വീഡിയോ എടുക്കതേ ഞങ്ങളുടെ കഴുകി ഞങ്ങള് കേട്ടാ. ഇത്രയും കളർ കിട്ടി, നല്ല രസമുണ്ട് കാണാൻ അല്ലേ? വീഡിയോയിൽ കിട്ടുന്നുണ്ടോ നന്നായിട്ട്? അങ്ങനെ കിട്ടുള്ളൂ, ഭയങ്കര ചുമപ്പ് കിട്ടൂല എന്താണെങ്കിലും. അപ്പൊ ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ടാക്കി ചെയ്യട്ടെ.